നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒരമ്മയുടെ ക്രൂരത കേട്ട് നമ്മൾ ഞെട്ടിയ വാർത്തയായിരുന്നു സ്വന്തം കുഞ്ഞിനെ കൊന്ന് ബാഗിലാക്കിയ അമ്മയുടെ കഥ. ഇതായിപ്പോൾ ആ ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ ആയിരുന്ന യുവതി 4 വയസ്സുകാരനായ മകനെ ക്രൂരമായി കൊന്ന സംഭവത്തിൽ കേരളത്തിലും ബന്ധമുണ്ട്. പ്രതി സുജന സേനത്തിന്റെ ഭർത്താവ് മലയാളിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് താമസിക്കുന്ന സുജന വിവാഹമോചന നടപടികൾക്കിടയിലാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. കേരളത്തിൽ നിന്നുമുള്ള വെങ്കട്ട് രാമനാണ് സുജനയുടെ ഭർത്താവ്. ഇരുവരും 2020 മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്തോനേഷ്യയിലായിരുന്നു. മകനെ ഭാര്യ കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വെങ്കട്ട് ഇന്ത്യയിലേക്ക് എത്തി. വൈകുന്നേരത്തോടെയാണ് ചിത്രദുർഗയിലെത്തിയ വെങ്കട്ട് മകന്റെ പോസ്റ്റ്മോർട്ടത്തിനുള്ള അനുമതി നൽകിയതായി പോലീസ് അറിയിച്ചത്. വിവാഹമോചന നടപടികളുടെ ഭാഗമായി ഞായറാഴ്ച കുട്ടിയെ അച്ഛനൊപ്പം അയക്കുവാനുള്ള കോടതി നിർദ്ദേശം. ഇതിൽ അസ്വസ്ഥയായ സുജന ഇത് പാലിക്കാതിരിക്കാനാണ് മകനെ ഗോവയിലെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയതെന്ന് മൊഴി നൽകിയതായി സൂചനയുമുണ്ട്. മൃതദേഹം ബാഗിലാക്കി ഗോവയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ടാക്സിയിൽ പുറപ്പെട്ട ഇവരെ പോലീസ് കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നുമാണ് പിടികൂടിയത്. ഹോട്ടലിലെയും സമീപങ്ങളിലെയും സുരക്ഷാ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അന്വേഷിക്കുകയാണെന്ന് നോർത്ത് ഗോവ SP നിതിൻ വത്സൻ പറഞ്ഞു. ബംഗാൾ സ്വദേശിയായ സുജന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തയായിരുന്നില്ല എന്നാണ് പോലീസ് ഭാഷ്യം. 2010 ആയിരുന്നു ഇവരുടെ വിവാഹം. വർഷങ്ങൾക്ക് ശേഷം 2019 മകൻ ജനിച്ചത്. ഇതിന് പിന്നാലെ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യവും കൂടിയെന്നും 2020 വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ താമസിക്കുന്ന സുജന ഇവിടുത്തെ വിലാസം നൽകിയാണ് ശനിയാഴ്ച നോർത്ത് ഗോവയിൽ ഹോട്ടൽ മുറിയെടുത്തത്. തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ബാംഗ്ലൂരിലേക്ക് ടാക്സി വേണമെന്ന് ആവശ്യപ്പെട്ടു. വിമാനത്തിൽ പോകുന്നതായിരിക്കും സൗകര്യമെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു. യുവതി പോയ ശേഷം 11 മണിയോടെ മുറി വൃത്തിയാക്കുകയായിരുന്ന ജീവനക്കാർ രക്തക്കറ കണ്ടു. ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് എത്തി CCTV പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങുന്ന യുവതിക്കൊപ്പം മകനില്ല എന്ന് വ്യക്തമായി. ഇതോടെ പോലീസുകാർ ടാക്സി ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിച്ചു. മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു. മകനെ ഗോവയിൽ തന്നെയുള്ള സുഹൃത്തിന്റെ അടുത്താക്കിയെന്ന് യുവതി കള്ളം പറഞ്ഞു. സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ അതും നൽകി. അന്വേഷണത്തിൽ ഈ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ പോലീസ് വീണ്ടും ഡ്രൈവറെ ബന്ധപ്പെട്ടു. യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കൊങ്കണി ഭാഷയിലായിരുന്നു ഇവർ സംസാരിച്ചത്. വാഹനം എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണെന്ന് മറുപടിയും പറഞ്ഞു. യുവതിക്ക് ഒരു സംശയം തോന്നാതെ അവരെയും കൊണ്ട് എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറുവാൻ ഗോവ പോലീസ് അങ്ങനെ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ എമംഗല സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചു. ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് എമംഗലയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിലെ ബാഗിനുള്ളിൽ 4 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത്. നിർമ്മിത ബുദ്ധിയുടെ പുതിയ സാധ്യതകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദ മൈൻഡ്ഫുൾ AI ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിഇഒയുമായിരുന്നു ഈ സൂചന. 4 വർഷമായി കമ്പനിയെ നയിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസോടെ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ നിന്നും സംസ്കൃതത്തിൽ PG ഡിപ്ലോമ 1ാം റാങ്കോടെ പാസ്സായ ആളാണ് സൂചനയെന്ന് പോലീസ് വ്യക്തമാക്കി. എന്തായാലും സ്വന്തം മകനെ കൊല്ലുന്ന കാര്യത്തിലും 1ാം റാങ്ക് തന്നെ അമ്മക്ക് കൊടുക്കാം.